Hello everyone and welcome to my YouTube channel. ഈ പരിപാടി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ റീസെന്റ് മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് അവർ മലേഷ്യ വ്ളോഗ്. ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് ക്വാലാലംപൂരിലേക്കുള്ള ഫ്ലൈറ്റ് രാത്രിയായിരുന്നു. അപ്പോൾ പുലർച്ചെയാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. രാത്രി ഫ്ലൈറ്റിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ കണ്ട വ്യൂ ആണിത്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ കാണാം. ഇതൊന്നും എന്താണെന്ന് അറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ക്വാലാലംപൂർ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലങ്കാവിക്കുള്ള ഫ്ലൈറ്റിന്റെ ഗേറ്റ് തപ്പി നടക്കുകയാണ്. Hi guys, so we are currently at Kuala Lumpur Airport. അവർ പറയുന്നത് സത്യമാണ്. If you can survive Kuala Lumpur Airport, you can survive anything. It's so confusing and so damn big. We've been walking and walking to Bengaluru. It's impossible. നടന്ന് തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഈ മുടിയൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. ഗേറ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ളൊരു അതിലായിരുന്നു. നമുക്ക് ഫുഡ് കിട്ടി. വെറും 71 രൂപയായിട്ടുള്ളൂ. 71 രൂപയല്ല, 71 റിങ്ങിറ്റാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 1600 രൂപ. ഇതാണ് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച ഷോപ്പ് എയർപോർട്ടിലുള്ളത്. ഞങ്ങൾ അമ്മയ്ക്കും അച്ഛനും വാങ്ങിയത് നോർമൽ എഗ് ടോസ്റ്റും ഞങ്ങൾ കുറച്ച് സ്റ്റൈലാക്കാൻ വേണ്ടി ഫ്രഞ്ച് ടോസ്റ്റും ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഫ്രഞ്ച് ടോസ്റ്റിന് ഭയങ്കര മധുരമായിരുന്നു ഗൈസ്, സഹിക്കാൻ പറ്റാത്ത മധുരമായിരുന്നു. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ TV നോക്കി ഫ്ലൈറ്റ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഇതിൽ ഈ പിൻറ്റു ബാരു എന്ന് പറയുന്നത് ന്യൂ ഡോർ എന്നാണ്. ഇപ്പം ഞങ്ങൾ ലങ്കാവിക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. എയർ ഏഷ്യ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ലങ്കാവി ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണിത്. കുറേ മലകളും കാടുകളൊക്കെയാണ് കണ്ടത്. Anda di sepanjang penerbangan ini dan berharap kita akan berjumpa lagi. Bagi kami ingin mengucapkan terima kasih kerana memilih penerbangan Asia ke destinasi. ലങ്കാവി ലാൻഡ് ചെയ്ത് ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ കേബിൾ കാർ റൈഡിനാണ്. അവിടെ എത്തി ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ സ്കൈ ക്യാബിൽ കയറി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വേൾഡ്സ് സ്റ്റീപ്പസ്റ്റ് കേബിൾ കാർ റൈഡാണ്. എൻ്റെ വീഡിയോയിൽ എപ്പോൾ അച്ഛനെ കാണിച്ചാലും അച്ഛൻ ഈ ഒരു പോസ്റ്റിലാവാനാണ് സാധ്യത. ഫുൾ ടൈം വീഡിയോഗ്രാഫിയാണ്. അമ്മയാണെങ്കിൽ താഴെ കാണുന്ന ഈ കാർഡിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് പോകുന്തോറും ഇങ്ങനെ വളരെ സ്റ്റീപ്പായിട്ട് കുത്തനെയുള്ള കയറ്റായിരുന്നു. ഇതാണ് നമ്മൾ മുകളിൽ എത്തിയിട്ടുള്ള വ്യൂ. കുറേ ഐലൻഡ്സും കാടൊക്കെ കാണുന്നുണ്ട്. ലങ്കാവി സ്കൈ ബ്രിഡ്ജ് ആണിത്. നമ്മുടെ ഷാറൂഖ് ഖാന്റെ ഡോൺ എന്ന് പറഞ്ഞ മൂവിയിലെ ക്ലൈമാക്സ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മുകളിൽ നല്ല വെയിലും ചൂടുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഗൈസ് അച്ഛൻ്റെ അഭിപ്രായം. താഴെ വന്നിട്ട് അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു, 3D പെയിന്റിങ്സ് ഒക്കെ ഉള്ളത്. അവിടെ പോയിട്ട് ഞങ്ങൾ കളിക്കുന്നതാണ്. ഹോട്ടലിൽ എത്തിയൊന്ന് ഉറങ്ങി എണീറ്റ് ഇപ്പം ഞങ്ങൾ താഴോട്ട് പോവാണ്. ഞങ്ങളുടെ സീ ഫേസിങ് ഹോട്ടലായിരുന്നു. അപ്പോൾ സീ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. Where are we? Okay, this is our hotel. It's really beautiful. It's sea facing. What's the name of the hotel? Bella Vista. Hasta la Vista. We don't know the way. Okay, let's go. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇവിടെ പൂളും ഒരു ചെറിയ ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഉറങ്ങി എണീക്കാൻ വൈകിയോണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. എന്നാലും സ്കൈ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. Hi guys, so this is our first night in Langkawi. So as a typical Indian family, our parents are eating freaking dosa. Yeah. Like they
they eat dosa every single day. And after coming to Malaysia, they just want to eat dosa. So I just dragged her to it. Like, I'm not sure if it's Chinese or Malaysian restaurant, but it's really beautiful. I have ordered something And our authentic, noodles and fried rice is on the way. and I will show you that. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും സീ ഫുഡാണ് കഴിക്കുന്നത്. ഇവിടെ വായ തുറന്നിരിക്കുന്ന ഒരു മീനും അപ്പുറത്ത് ഞണ്ടിനെയൊക്കെ കാണുന്നുണ്ട്. This is our food, guys. How do you feel about this? She's trying it. How is it? Feels like our fried rice. അങ്ങനെ പറഞ്ഞ് നാച്ചിക്കല്ലേ. നമ്മൾ ഒത്തന്റിക് ഫുഡ് ട്രൈ ചെയ്താണ്. ഇറ്റ്സ് നൈസ്, വെരി നൈസ്. ആൻഡ് ദിസ് റെസ്റ്റോറൻറ്റ്സ് വൈബ് ഇസ് ഓൾസോ നല്ല ഒത്തന്റിക് വൈബാണ്. റൈറ്റ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് കൊറിയൻ ഡ്രാമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതിനൊരു ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. എന്തോ ഒരു പഞ്ചൻ ടേസ്റ്റ്, കരിഞ്ഞ പോലെ. പക്ഷെ എന്തോ ഒരു കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. How does it taste? സോയയാണോ വേറെ സംഭവം കരിഞ്ഞ ടേസ്റ്റ് അല്ലേ? I like it. It's different. Very sweet, tangy taste. നെക്സ്റ്റ് ഡേ മോർണിംഗ് റെഡി ആയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് ആദ്യം തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് അവിടുത്തെ ഡെസേർട്ട് സെക്ഷൻ ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കഴിക്കാൻ ഈ ക്രൊസോണ്ടും ഈ മധുരമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് എന്തൊക്കെയോ എടുത്തിട്ട് പോയി. പിന്നെയാണ് മനസ്സിലായത് അപ്പുറത്ത് വേറെയും ഫുഡ് ഉണ്ടായിരുന്നു എന്ന്. So this is like flatbread with kaya. ഇവിടുത്തെ എന്തോ സ്പെഷ്യാലിറ്റി ആണ് guys. Let's നോക്കാം. Seems like a cake. ഇന്ന് ഞങ്ങൾ ഐലൻഡ് ഹോപ്പിങ്ങിനാണ് പോകുന്നത്. ഒരു 3 ഐലൻഡൊക്കെ കവർ ചെയ്യുന്ന പറഞ്ഞേ. ആദ്യം ഞങ്ങൾ ഇറങ്ങിയത് പുലാവ് ബെറസ് ബസ എന്ന് പറഞ്ഞ ഐലൻഡിലായിരുന്നു. ഇത് നല്ല വൈറ്റ് സാൻഡും ബ്ലൂ വാട്ടറും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു. സെറ്റാണ്. ഇത് നല്ല വ്യൂ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസർ വൈബ് പിടിച്ചതാണ്. കുറേ കളേഴ്സും പിങ്കും വൈറ്റും ബ്ലൂവും എല്ലാം കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഗ്ലാസ് ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്വേതയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ്. പിങ്ക് ആയതുകൊണ്ട് എൻ്റെ ഡ്രസ്സിന് മാച്ചായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് പോയ ഐലൻഡിൽ ഈഗിൾ വാച്ചിങ് ആയിരുന്നു. ഇതിൽ മരങ്ങളിൽ ഫുൾ ഈഗിൾസ് ആണ്. ഇവരിങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വരാനൊരു റീസൺ ഉണ്ട്. ബോട്ടിൽ നിന്ന് ഇങ്ങനെ മീനിനെയാണ് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ മരങ്ങളിലിരിക്കുന്ന പരുന്നുകളെല്ലാം വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവർ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് പോയത് ദയാങ് ബണ്ടിങ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ്. ഇവിടെ ഒരു നല്ല ലേക്ക് ഉണ്ട്. അവിടെ നമുക്ക് സ്വിം ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ടും വെള്ളത്തിൽ ചാടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ ആ ലേക്കിലോട്ട് പോയില്ല. വെറുതെ ഐലൻഡിൽ കയറി ജ്യൂസൊക്കെ കുടിച്ച് ഇരുന്നു. ഐലൻഡ് ഹോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഞങ്ങളിപ്പോൾ ലങ്കാവി സിറ്റി ടൂറിന് പോവാണ്. ഇതാണ് ഇവിടുത്തെ ഈഗിൾ സ്ക്വയർ. ഒരു വലിയ ഈഗിളിന്റെ പ്രതിമയുണ്ട് ഇവിടെ. നട്ടുച്ചയായ കാരണം നല്ല വെയിലും ചൂടുമായിരുന്നു. ഈ ഐലൻഡിന് ലങ്കാവി എന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ കുറേ റെഡിഷ് ബ്രൗൺ ഈഗിൾസ് ഉള്ളതാണ്. മലയ് ലാംഗ്വേജിൽ ലങ് എന്ന് പറഞ്ഞ ഈഗിൾ എന്നും കാവി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവി നിറം, ആ റെഡിഷ് ബ്രൗൺ സ്റ്റോൺസ് എന്നുമാണ് അർത്ഥം. ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് അണ്ടർ വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞൊരു അക്വേറിയത്തിലേക്കാണ്. ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കണ്ടില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി ഇനി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇവിടെ സീൽ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളത്തിൽ നീർനായ എന്ന് പറയും. പിന്നെ ചെറിയ ചെറിയ പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു.
ഇതൊരു പ്രത്യേകതരം പെൻഗ്വിനാണ്. റോക്ക് ഹോപ്പർ പെൻഗ്വിൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ ചാടി ചാടി പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അതിന് ഈ പേര് വന്നത്. അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. ഇത്തവണ കുറച്ച് നേരത്തെ തന്നെ പുറത്ത് വന്നിരുന്നുകൊണ്ട് സൺസെറ്റ് നന്നായി കാണാൻ പറ്റി. ഇത് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ അവർ സ്റ്റാർട്ടറായിട്ട് ഫ്രൂട്ട്സും ഒരു സോസും കൊണ്ടുവന്ന് വെച്ചതാണ്. ഡിന്നർ നമ്മൾ നോർമൽ ഫ്രൈഡ് റൈസും ഒരു ഗാർലിക് ചിക്കനുമാണ് ഓർഡർ ചെയ്തത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ദോശ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ചിഞ്ചു കുറച്ച് പരിഷ്കാരി ആയതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും നൂഡിൽസൊക്കെയാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾ ലങ്കാവിൽ നിന്ന് തിരിച്ച് ക്വാലാലംപൂരിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ലങ്കാവി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആയിരുന്നു. ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ കുറേ ആൾക്കാർ മലേഷ്യൻ സിറ്റിസൺസ് ആണെങ്കിലും അവരുടെ മദർ ടങ്ക് തമിഴാണ്. ഞങ്ങളുടെ ഡ്രൈവറൊക്കെ തമിഴായിരുന്നു സംസാരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ക്വാലാലംപൂരിലേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പാർട്ട് 2 കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.